നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണം CPM-ന് ഇപ്പോഴും തീർന്നിട്ടില്ല. അതേസമയം തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന CPM സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായി എത്തുകയും ചെയ്തു പി ജയരാജൻ. ഭാവിയിൽ KK ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ജയരാജന്റെ ആ പരാമർശം. വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട്. അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്തു തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണെന്നും ജയരാജൻ പറയുന്നു. മുഖ്യമന്ത്രി മാറണമെന്നോ പകരം KK ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായോ എന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പി ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത്. വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല. പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയോ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി CPM-ലില്ല. ഗൗരിയമ്മ മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ളവരുടെ പേരുകൾ അങ്ങനെ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയാണ് പാർട്ടി സ്വീകരിച്ചതും. അതുകൊണ്ടാണ് അസാധാരണ നീക്കമായി ജയരാജന്റെ പരാമർശം വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന ചോദ്യം തള്ളിക്കളഞ്ഞിട്ടുമില്ല CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ വാർത്താ സമ്മേളനത്തിനിടെ യെച്ചൂരി നടത്തിയ പ്രതികരണത്തിൽ ചർച്ചകളുടെയും അഭ്യൂഹങ്ങളുടെയും പുകച്ചുരുളുകൾ ഇരുണ്ടുകൂടുകയാണ് പാർട്ടിയിൽ. വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരം 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് യെച്ചൂരി. കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ചേർന്ന പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ച പ്രസ്താവന. തുടർന്ന് കേരളത്തിൽ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയായിരുന്നു കൊൽക്കത്തയിൽ യെച്ചൂരിയുടെ ഈ അഭിപ്രായ പ്രകടനം. കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഏറെ വലുതായിരുന്നു, എന്നാൽ അതുണ്ടായില്ല. എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നതിൽ ആത്മപരിശോധന അനിവാര്യവുമാണ്. അതാണ് PB പ്രസ്താവനയിൽ പരാമർശിച്ചതും. പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. അതായത് 8 വർഷമായി ഭരണത്തിലാണ് എന്നത് അതിലൊരു കാരണം മാത്രമാണ്. ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒട്ടേറെ ചോദ്യങ്ങളുമുണ്ട്. 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷമേ ഇക്കാര്യത്തിൽ സ്പഷ്ടീകരണം നൽകാനാവൂ എന്നാണ് യെച്ചൂരി പറയുന്നത്. എന്തായാലും പി ജയരാജൻ പറഞ്ഞ കാര്യവും യെച്ചൂരിയുടെ കാര്യവും കൂടി ഒത്തുനോക്കിയാൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഇത്രയേറെ വിമർശനങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പി ജയരാജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പിണറായിയെ മാറ്റണമെന്നും KK ശൈലജയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണങ്ങൾ നടത്തണമെന്നുമാണ് ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. തനിക്കാകണമെന്ന ജയരാജൻ പറഞ്ഞില്ല. ഒതുക്കപ്പെട്ട ആള് തന്നെയാണ് പി ജയരാജൻ. ജയരാജനെ ഒതുക്കിയതിന്റെ പക മുഴുവൻ ജയരാജന് ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. മാത്രമല്ല KK ശൈലജയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം മനസ്സിലാക്കി തന്നെയാണ് പി ജയരാജൻ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒത്തുകളിയെല്ലാം പി ജയരാജന് നന്നായിട്ടറിയാം. KK ശൈലജയെ ഒതുക്കിയില്ലെങ്കിൽ പിണറായിക്കും മരുമകനും അത് തിരിച്ചടിയാകുമെന്നുള്ളത് വളരെയേറെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിണറായി ഈ നടത്തുന്ന നീക്കുപോക്കുകളെല്ലാം കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. മരുമകനെ മുഖ്യമന്ത്രിയായി അവരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി ലക്ഷ്യം വെക്കുന്ന കാര്യം. അത് മുന്നിൽ കണ്ട് തന്നെയാണ് പി ജയരാജൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നതും. ഒന്നില്ലെങ്കിൽ ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിക്കുക, ഇല്ലെങ്കിൽ ഇനി എങ്ങാനും ജയിച്ചാൽ ഡൽഹിയിലേക്ക് പോവുക. പിന്നീട് ശൈലജ ഒരിക്കലും ഒരു ബാധ്യതയായി മാറുന്നില്ല. ഇത് മുന്നിൽ കണ്ട് തന്നെയാണ് വടകരയിൽ ശൈലജയെ നിർത്തിയതും അശ്ലീല വീഡിയോ വിവാദം ഉണ്ടാക്കിയതുമെല്ലാം. ഈ അശ്ലീല വീഡിയോ വിവാദത്തിന് പിന്നിൽ
പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിന്റെ അറ്റത്ത് നിൽക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗ്യാങ്ങും തന്നെയാവും. കാരണം എങ്ങാനും ശൈലജ ജയിച്ചാൽ MP ആയിട്ട് ഡൽഹിക്ക് പോകും. ഡൽഹിക്ക് പോയാലും പിണറായിക്ക് ഒരു ശത്രു തന്നെയാണ് ശൈലജ. ജയിച്ചില്ലെങ്കിൽ ഇതോടുകൂടി ശൈലജ യുഗം അവസാനിക്കണം. ശൈലജ ഇനി പാർട്ടിക്കുള്ളിൽ ഒരു പേരായി ഉണ്ടാകരുത്. അത് തന്നെയാണ് മുന്നിൽ കണ്ടതും പ്രവർത്തിച്ചതും. ഇത് നന്നായി അറിയാവുന്ന ആളു തന്നെയാണ് P ജയരാജൻ. അതുകൊണ്ട് തന്നെയാണ് മുനവെച്ചുള്ള സംസാരം P ജയരാജനിൽ നിന്ന് ഉണ്ടായത്. ഇത്രയേറെ വിമർശനങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് ശൈലജ തന്നെ മുഖ്യമന്ത്രിയാവേണ്ടതുണ്ട് എന്നുള്ളത് P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥിതിക്ക് വരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പിണറായിയുടെ രാജി ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. എന്തായാലും 28-നോ അല്ലെങ്കിൽ 30-നോ പിണറായിയുടെ രാജി ഉണ്ടാവുമെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. നന്ദി.